ഓക്കെ, രണ്ടുപേരും ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഹായ്. നമുക്കിപ്പോൾ ഉണ്ടല്ലോ, ഫസ്റ്റ് ഞാൻ പ്ലാൻ ഒന്ന് കൺഫേം ചെയ്തൊന്ന് കാണിച്ചോട്ടെ, ഡോറും വിൻഡോയും എല്ലാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഫർണിച്ചേഴ്സിലോട്ടൊക്കെ കിടക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ് ലിവിങ്ങും ഡൈനിങ്ങും കൂടെ വരുന്നൊരു സ്പേസ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഡോറ് വരുന്നത് ഈ ഒരു പൊസിഷനിലല്ലേ? ഇവിടെയും ഡോറുണ്ട്. ഇതല്ലേ? ഹലോ. ആ, ഇതൊരു ഓക്കെ, ഇതിൽ കാണാൻ പറ്റുന്നില്ലേ? ആ ആ ഓക്കെ. ആ ഓക്കെ ഓക്കെ. സാറൊന്ന്, ഐ മീൻ എനിക്കിപ്പോൾ ഉണ്ടല്ലോ ചില മീറ്റിങ്ങിൻ്റെ ടൈമിലിടയ്ക്ക് അത് ഓണാവത്തില്ല, അതുകൊണ്ട് ഈ ഒരു പോർഷനിൽ ആയിട്ടാണോ? ഞാനത് ഇപ്പോൾ ഒന്ന് പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ആയിട്ടാണോ? ഓക്കെ, അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി അങ്ങനെ. അപ്പം ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നൊരു ഡൗട്ട്, അതാണ് ഞാൻ ചോദിച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതെ. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ പിന്നെ വരുന്നത് ഒരു ടി വി യൂണിറ്റ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു എൽ ഷേപ്പ് സോഫ 3 സീറ്റർ. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഈ ഒരു പോർഷൻ വരുന്നത്, പിന്നെ ഒരു 2 ആം ചെയറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു കോഫി ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 സീറ്റർ ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ്. ഇത് മതിയോ? 6 ആണ്. ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാർട്ടീഷൻ നമുക്ക് വേണ്ടത് ഐ മീൻ ഫുള്ളായിട്ട് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ചെറിയൊരു പാർട്ടീഷൻ ആണോ? ആ ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു പാർട്ടീഷൻ അതായത് വരുന്നത് ഇപ്പോൾ നമ്മൾ സീലിംഗ് തുടങ്ങി ഫ്ലോർ വരെയും ഒറ്റ ഹൈറ്റിൽ അങ്ങനെ കൊടുക്കും. അതല്ലാണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു 60 സെൻറ്റിമീറ്റർ ഒരു വോളിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് പിന്നെ സീലിംഗ്, ഐ മീൻ നമ്മുടെ ഈ ഡിവൈഡേഴ്സ് കൊടുക്കും, പാർട്ടീഷൻസ് കൊടുക്കും. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഫുള്ള് നമ്മൾ കുറച്ചും കൂടെ സ്ട്രെങ്ത് കിട്ടാനും ഇപ്പം ഞാൻ കൊടുത്തേക്കുന്നത് ഇത് കണ്ടോ, ഇങ്ങനെ ഒരു, ഇതിപ്പോൾ ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ്. ഡിസൈനും കാര്യങ്ങളൊക്കെ പിന്നെ കൺഫർമേഷൻ. ഓക്കെ, ഇങ്ങനെ സ്ക്വയർ വരുന്ന ക്യൂബ് പോലെ വന്നിട്ട് അതിൽ സ്റ്റോറേജ് വരുന്നതാണോ? ഓക്കെ, അപ്പം അതിൻ്റെ ആ ഓക്കെ. ഇപ്പം എന്തെങ്കിലും വല്ല ഡിസൈൻ അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യണം. അപ്പം നമ്മൾ മോഡൽ ചെയ്യുമ്പോൾ റെഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് ഞാൻ മറ്റേ നമ്മുടെ അയാൺ ടേബിൾ കൊടുത്തത്, ഈ ഒരു വോളിൽ. അപ്പം അതായത് ഇത് നമുക്ക് ഫോൾഡബിൾ ആണ് അങ്ങനെയുള്ളത്. അപ്പോൾ നമുക്ക് ഡോറിൻ്റെ ഐ മീൻ എത്രയാണ് ഇതിൻ്റെ വരുന്നതെന്നുള്ളതൊന്ന് പറയണം. സ്ലൈഡ്, പക്ഷേ ഇത് എത്രയാണെന്നുള്ളത് ഞാനിതൊരു 2 ആണ് കൊടുത്തത്, 2 മീറ്റർ ആണ് കൊടുത്തത്.
പിന്നെ ഇവിടെ ഒരു ബെഞ്ച് പറഞ്ഞിരുന്നോ ഈ ഒരു സ്പേസിൽ? ആണല്ലേ, ഓക്കെ. ഇവിടെ ആയിട്ട് അപ്പോൾ വാഷ് ബേസിൻ്റെ അടുത്ത് നമുക്ക് സീറ്റിംഗ് സ്പേസ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ ഓക്കെ, അങ്ങനെയല്ലേ, ഓക്കെ ശരി. അപ്പം നമുക്കത് ഇവിടെ ആയിട്ട് വരും. അപ്പോൾ നമുക്കിത് ബോളിൽ നിന്ന് നമ്മൾ ഫോൾഡ് ചെയ്ത് ഓപ്പൺ ചെയ്യണ വിധത്തിലുള്ളത് അങ്ങനത്തത് കൊടുക്കാം. ഏത് സൈഡിൽ? ഓക്കെ, ഇപ്പോൾ ഈ വോളിലായിട്ട്. ഒന്ന് നോട്ട് ചെയ്ത്. ഇത് 6 സീറ്റർ എന്ന് പറയുമ്പോൾ 5 ഫീറ്റ് ബൈ 3 ഫീറ്റ് ആയിരിക്കും നമുക്ക് ഡൈനിങ് ടേബിൾ വരും കേട്ടോ. അത് എന്താ പറയുക, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ 5 ഫീറ്റ് ബൈ 3 ഫീറ്റ് ആണ് നമ്മൾ 6 സീറ്ററിന് കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഈ ഭാഗത്തായിട്ട് 3 ചെയേഴ്സും ഈ ഭാഗത്ത് 3 ചെയേഴ്സും ആയിരിക്കും നമുക്ക് ജസ്റ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടി മാത്രം. പക്ഷേ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ 2 ചെയേഴ്സ് എടുത്ത് ഓപ്പോസിറ്റ് ആയിട്ട് ഇടേണ്ടി വരും. അങ്ങനെയായിരിക്കും നമുക്ക് 5 ഫീറ്റ് ബൈ 3 ഫീറ്റിലാണ് നമുക്ക് ഇതുപോലെ 6 സീറ്റേഴ്സിനുള്ളത് പറ്റത്തുള്ളൂ. നമുക്ക് യൂസ് ചെയ്യാത്ത ടൈമിൽ മാത്രമേ നമുക്ക് ഇതിങ്ങനെ അടുപ്പിച്ച് 3 ചെയേഴ്സ് ഇടാൻ പറ്റത്തുള്ളൂ. ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. അതെന്ന് സ്പേസ് ഉണ്ടാവത്തില്ല. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഫോർ സീറ്ററിൻ്റെ ആയതുകൊണ്ട് ജസ്റ്റ് 1.6 ആണ് കൊടുത്തേക്കുന്നത്. ഇത് 1.6 എന്ന് പറയുമ്പോൾ അറൗണ്ട് 5 ഫീറ്റ് തന്നെ വരും. ഇതിലിപ്പോൾ നമ്മൾ 2 ചെയേഴ്സും കൂടി ഇവിടെ ഇട്ട് കാണിച്ചു തരാം. ചെയേഴ്സ് ഉണ്ടായിട്ട് ഇത് ജസ്റ്റ് ഒരു മോഡൽ ആയതുകൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് വരുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ ഇപ്പോൾ 2 മീറ്ററിൻ്റെ ആണ്. ഈ ഒരു ബാൽക്കണി ഏരിയയിൽ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയാണ്? പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ ഇഷ്ടമുള്ള അങ്ങനെ താല്പര്യമുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 വോളില്ലേ, ഈ വോളും ഈ വോളും, ഓക്കെ, ആ വോളിൽ നമുക്ക് പ്ലാന്റിൻ്റെ തന്നെ നമ്മൾ ഇതുപോലെ ഡിവൈഡേഴ്സ് കൊടുക്കുമ്പോൾ അതേപോലെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ കൊടുക്കാറുണ്ട്, ഹാങ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു സ്പേസിൽ ടോപ്പ് ടു ബോട്ടം സീലിങ്ങും ടു ഫ്ലോർ വരെ ഉള്ളത്. ഓക്കെ, അത് നമുക്കിങ്ങനെ മെഷിൽ ചെയ്തിട്ട് അതിൽ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ ചെറിയ ചെറിയ പോട്ട്സിൽ ഹാങ് ചെയ്തിടാൻ പറ്റും. അങ്ങനെയുള്ളത് പോലത്തെ ഒരെണ്ണം ഞാൻ കാണിക്കാം. ഒരു സൈഡ് വേണമെങ്കിൽ ഞാൻ അങ്ങനത്തത് കാണിക്കാം. ഒരു സൈഡ് ജസ്റ്റ് ഒരു വുഡൻ്റെ ഒരു റാക്ക് പോലെ വന്നിട്ട് അതിൽ പ്ലാന്റ്സിൻ്റെ കാണിക്കാം. അപ്പോൾ ചെയ്യുമ്പോൾ ചൂസ് ചെയ്തിട്ട് ഇഷ്ടമുള്ളത് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ജസ്റ്റ് ഒരു ബാൽക്കണി ഏരിയ അതല്ലേ ഉള്ളൂ, വേറെ സ്പേസ് ഒന്നും നമ്മൾ കാണിക്കണ്ടല്ലോ. ഓക്കെ, നമുക്കിതിൻ്റെ ഇത് വരുന്നത് ഈ ഗ്ലാസ് വരുന്നത്, ഇവിടെ വരുന്ന ഗ്ലാസ് എത്ര മീറ്ററിലാണ്? 1.2 ആണോ അതോ 1 ആണോ? അതായത് ഇതിപ്പോൾ ഞാൻ കൊടുത്തത് 1.2 ആണ്. അപ്പോൾ പൊതുവേ ഹൈറ്റ് ഓക്കെ വെച്ചാൽ നമ്മൾ പൊതുവേ ഇതുപോലെ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ആണെങ്കിൽ 1.2 വരെയൊക്കെയാണ് കൊടുക്കുന്നത്, അതിൽ കുറയാറില്ല എന്നാണ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ ഇതിൻ്റെ വിൻഡോ പൊസിഷൻ മാറ്റണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ബെഡ്റൂം ടു. ഓക്കെ, ഇത് തന്നെയാണല്ലോ അല്ലേ?
ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫീസ് റൂം, വർക്കിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടേബിൾ വരുമ്പോൾ കൂടാതെ ഒരു ബെഡ്റൂമിനും കൂടെ ഉള്ളൊരു നമ്മളിപ്പോൾ ഇൻ ഫ്യൂച്ചറിലേക്ക് അതിനുള്ളൊരു സ്പേസും കൂടെ മാറ്റിയിട്ട് അതും കൂടെ കാണിക്കണ്ടേ? എന്നിട്ട് വേണ്ടേ നമുക്കത് ചെയ്യാൻ വേണ്ടി? സിംഗിൾ ബെഡ് മതിയല്ലോ. ഓക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഈ ഒരു പോർഷനിലേക്കായിട്ട് ഒറ്റ ടേബിളായിട്ട് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ആ, ഓക്കെ. ഓക്കെ. ഓക്കെ, ഇതിൽ പിന്നെ ജസ്റ്റ് ഇതൊക്കെ ചെയ്യാം. ആക്കാം. ഇത് ജസ്റ്റ് നമ്മൾ മോഡൽ സ്പേസ് ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ മോഡൽ. ഓ, ഒരു ഒറ്റ സൈഡിൽ തന്നെ ആവുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഷേപ്പായി ഇങ്ങനെ ഈ ഒരു പോർഷൻ. ആ, ഓക്കെ, ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം അങ്ങനെ കൊടുക്കാം. ജസ്റ്റ് ഈ ഒരു ഹൈറ്റ് വരെയുള്ള ജസ്റ്റ് ഒരു റാക്ക് പോലെ മതിയില്ലേ? ഓക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ തന്നെ നമുക്ക് അങ്ങനെ റാക്ക് പ്രൊവൈഡ് ചെയ്താലോ? ഓക്കെ, പ്രയർ റൂമിനായിട്ട് നമ്മൾ പൊതുവെ ചെയ്യുന്നത് വോള് ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു പോർഷനിലേക്കായിട്ട് അങ്ങ് കൊടുക്കാറുണ്ട്. ജസ്റ്റ് ഒരു വോൾ ഡിസൈൻ ഒരു ആർച്ച് ഷേപ്പിലോ അല്ലെങ്കിൽ അതുപോലുള്ളൊരു ഷേപ്പിൽ കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മതിയോ? ഈ നമുക്ക് ഈ ഒരു വോളിൽ ബഡ്സ് ഡയറക്ഷനിലേക്കാണല്ലോ. ഓക്കെ. അപ്പോൾ ഈ ഒരു റൂമിൽ പ്രയർ ഏരിയ വേണോ, നിർബന്ധമാണോ? മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഓക്കെ, ഞാൻ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. അതിന് മുമ്പ് ഇതിൻ്റെ 3D ഒന്ന് കാണിച്ചു കേട്ടോ, ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും. അതെ അതെ, മെഷർമെൻറ്റ്സ് ഓക്കെ. ഇവിടെ ചെറിയൊരു എനിക്കൊരു ഡൗട്ട് വന്നായിരുന്നു. അതായത് ഈ ഒരു പോർഷനിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴും ഈ ഒരു പോർഷൻ ആഡ് ചെയ്യുമ്പോഴും ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഡിഫറൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. അത് നോക്കിയത് റിയൽ ആയിട്ടുള്ള പ്ലാനിലോ നോക്കി. ഇപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ അതൊന്നും പ്രശ്നമില്ല. ഇല്ല. ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പേസ് വരുന്നത് ഫസ്റ്റ് നമ്മൾ വ്യൂ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് ബാക്കി ഇൻറ്റീരിയർ ചെയ്യാം. ഓപ്ഷൻ ഇത് നോക്കണ്ട കേട്ടോ. സ്ക്വയർ മതി. ഓക്കെ. എന്താ പറയുക, ചെറിയ സ്പേസ് പറയുമ്പോൾ നമ്മൾ സ്ക്വയർ കൊടുത്ത് ഇനി കാല് തട്ടുന്നൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊടുത്തതാണ്. ഓ, ആ, ഈ ഒരു വാളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ, പിന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇപ്പം നമ്മൾ കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഒരു കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ 2 സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഈ ഒരു പോർഷനിലാണ് നമ്മുടെ വാർഡ്രോബും മിറർ യൂണിറ്റും കൊടുത്തത്. കാരണം ഇവിടെ ഒരു പാസേജ് വരുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെ പാസേജ് വരുന്നത് കൊണ്ട് ഈ ഒരു വോളിലാണ് നമ്മൾ കൊടുത്തത്. അത് ഓക്കെ ആണോ?
എന്തോ? ആ ഓക്കെ, ഇത് ഇപ്പുറത്തേക്കും ഇത് ഇങ്ങോട്ടേക്കും മാറ്റാം അല്ലേ? ആ ഇങ്ങനെ. ആ ഓക്കെ, മനസ്സിലായി. ഓക്കെ. ആ ഓക്കെ. പിന്നെ നമുക്കിവിടെ ഈ റൂമിൽ വേറെ എന്തോ?